എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഇവിടെ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാനായിട്ട് പോകുന്നത്. രാവിലെ പോകേണ്ട മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ട ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടുക്കളയിലെ പണി പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്ന സമയത്ത് അരി ഇട്ടതിന് ശേഷം ഒരു തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് തുള്ളണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒന്ന് റൈസ് കുക്കറിനെ മൂടി വെച്ച് നടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ രാവിലെ തുറന്ന് നോക്കുന്ന സമയത്ത് ചോറ് പാകത്തിന് വെന്തിട്ടുണ്ടാവും കേട്ടോ. മഴക്കാലത്തൊക്കെ അടുപ്പിൽ വെക്കുന്നവരാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വിറക് കത്തിക്കാനും. അതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലെ പരിപാടികൾ പെട്ടെന്ന് തന്നെ തീർന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഊറ്റിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരകുന്ന സമയത്ത് തേങ്ങ ചിരകിയതിലേക്ക് ചകിരിയുടെ പൊടി മൊത്തം വീഴുന്നത് കാണാം. അതില്ലാതാക്കാനായിട്ട് നമ്മളിതുപോലെ കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് പറ്റും. തേങ്ങ ഉടക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെയുള്ള ചകിരിയൊക്കെ ആദ്യം പറിച്ച് മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ചിരകി എടുക്കാവുന്നതാണ് കേട്ടോ. റൈസ് കുക്കർ കൊണ്ട് ചോറ് വെക്കാൻ മാത്രമല്ല പല ഉപകാരങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ചായ പല സമയങ്ങളിൽ കുടിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ തണിഞ്ഞ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും. ചായ ചൂടോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചായ റൈസ് കുക്കറിലേക്ക് താഴ്ത്തി വെച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം റൈസ് കുക്കർ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ചായ ചൂടോടുകൂടി കുടിക്കാനായിട്ട് പറ്റും. പല ആൾക്കാരും പല സമയങ്ങളിൽ എഴുന്നേറ്റ് വരുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചായ എപ്പോഴും ചൂടോടുകൂടി ഇരിക്കും കേട്ടോ. നല്ല മഴയൊക്കെ ആണെങ്കിൽ നല്ല ചൂട് ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇതുപോലെ ചോറ് ഊറ്റിയതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്ത് റൈസ് കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചോറ് ചൂടോടുകൂടി കഴിക്കാനായിട്ട് പറ്റും. ഇതൊരു ടിപ്സ് എന്ന് പറയുന്നത് കംഫർട്ട് ഉപയോഗിച്ചുള്ളൊരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ബോട്ടിലിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ റൂമിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റുമേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരുത്തി എടുത്തിട്ടുണ്ട്, അതായത് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഈ ഒരു ബോട്ടിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോട്ടൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ തുണി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്കിതിന് ഈ റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാവുന്നതാണ്. റൂമിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ ഇത് ഈ ഒരു ടിപ്സ് നല്ലതാണ്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളൊന്നും എടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പം ഞാനിത് ഹാളിൽ സോഫയുടെ ബാക്ക് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് മറ്റൊരു കോട്ടൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഞാനിത് കംഫർട്ടിൽ ഈ ഒരു കോട്ടൺ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കോട്ടൺ വെച്ച് നമുക്ക് നന്നായിട്ട് സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം അഴുക്ക് കോട്ടണിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രത്തോളം അഴുക്ക് ഇതാ നമുക്ക് സ്വിച്ച് ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള കോരി ഇതുപോലെ വെക്കുന്ന സമയത്ത് അവിടെ നിൽക്കില്ല. ആ സമയത്ത് ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ. ഇതുപോലൊരു സ്പൂൺ നമ്മൾ അകത്തൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ പഴയ ലെഗിൻസ് ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. ഇതിൻ്റെ അറ്റം ഞാൻ 3 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിത് 1 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹെയർ കെട്ടി വെക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. വെളിയിലൊന്നും പോവാത്തവരാണെങ്കിൽ നമുക്കിത് ഹെയർ കെട്ടി വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ മുതിർന്ന ആൾക്കാർ ലെഗിൻസ് ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ലെഗിൻസിൻ്റെ പീസിൽ നിന്ന് ഞാൻ 1 എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ബാലൻസ് വന്ന എന്തെങ്കിലും കവറുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റകളൊന്നും കയറാതിരിക്കാൻ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കുപ്പിവളകളുണ്ട്. ഇത് വാങ്ങിക്കുന്നതിനേക്കാളും കഷ്ടമാണ് ഇത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് സൂക്ഷിക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് കവറൊന്ന് അഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഈ വീഡിയോസിൽ കാണിക്കുന്ന രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് ബോട്ടിൽ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വളകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അടിഭാഗം മൊത്തമായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. പകുതി ഭാഗം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വളകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
അങ്ങനെ ഞാനിതാ വളകൾ മൊത്തമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ക്യാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്പ് ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ വള വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പൊട്ടാതെ സേഫായിട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്തവണത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. വീഡിയോയും ഞങ്ങളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ.